Malabar TV, a unique experience for the whole world. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ചെറിയ കുറച്ച് ചിന്തകൾ ഈസ്റ്ററുമായി പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദുഃഖവെള്ളിയാഴ്ച തുടങ്ങിയെങ്കിലേ ഈസ്റ്ററിന് പ്രാധാന്യമുള്ളൂ. എൻ്റെ ഒരു ചെറിയൊരു ഭാവനയാണ്. ആധുനിക കാലത്ത് ഇന്ന് DJ പാർട്ടികളുടെയൊക്കെ കാലമാണ്. ദുഃഖവെള്ളിയാഴ്ച കർത്താവിനെ കുരിശിൽ തറച്ച കാൽവരി കുന്നിൻ മുകളിൽ അവിടെ നടന്ന ഒരു ചെറിയ ഭാവനയാണ്. അന്ന് ഈശോയുടെ കുരിശിൻ്റെ കീഴെ അമ്മയും യോഹന്നാനും ഏതാനും ഭക്തസ്ത്രീകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ വലിയൊരു DJ പാർട്ടി നടക്കുന്നുണ്ടായിരുന്നു. അത് നരകത്തിലെ ദൂതന്മാരുടെ ആഘോഷമായിരുന്നു. കാരണം അവരുടെ ഏറ്റവും വലിയ ശത്രു ദൈവപുത്രനായ ഈശോ മിശിഹ ഇതാ തങ്ങളുടെ ആഗ്രഹപ്രകാരം ലോകത്തിൻ്റെ സംവിധാനങ്ങളെയും ഭരണാധികാരികളെയും നിയന്ത്രിച്ചുകൊണ്ട് തങ്ങളുടെ കാൽ കീഴിലാക്കിക്കൊണ്ട് അവരുടെ ആഗ്രഹം നടപ്പാക്കിയ ഒരു സുന്ദര നിമിഷമായിട്ടാണ് അവരതിനെ കണ്ടത്. അതുകൊണ്ട് തീർച്ചയായും നരകം സന്തോഷിച്ചു. ഒരുപക്ഷെ അവിടെ ഉന്മാദാവസ്ഥയിൽ അവർ നൃത്തം ചെയ്ത് കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പക്ഷേ കർത്താവ് മരിച്ച ആ നിമിഷം, ഇതാ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ ആ നിമിഷം സംഗതികളെല്ലാം മാറുകയായിരുന്നു. പ്രകൃതിയുടെ ഭാവഭാവാദികൾ മാറുകയായി. അപ്പോൾ പ്രകാശമില്ലാത്തൊരവസ്ഥയിലേക്ക് പ്രപഞ്ചം മാറുകയാണ്. അന്ധകാരം ആ ഉച്ചനേരത്തും മുറ്റുനിന്നു. അപ്പോഴാണ് നരകത്തിനും നരകത്തിൻ്റെ സന്തതികൾക്ക് മനസ്സിലായത് തങ്ങളുടെ സ്വപ്നം വെറുമൊരു പാഴ്സ്വപ്നം, മരീചിക മാത്രമായിരുന്നു എന്ന്. ആ മരണസമയത്ത് സംഭവിച്ച കാര്യങ്ങൾ തീർച്ചയായിട്ടും നരകത്തെ പരിഭ്രമിപ്പിച്ചു. കാരണം മരിച്ചവർ ഉയർത്തെഴുന്നേറ്റു, ഭൂകമ്പങ്ങളുണ്ടായി, കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം നടന്നപ്പോഴാണ് അവർക്ക് മനസ്സിലായത് മരണം ഇതുവരെയും അവരുടെ കയ്യിലുണ്ടായിരുന്ന മരണം എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്നുള്ള സത്യം. ദൈവപുത്രനായ ഈശോ മിശിഹ കാൽവരിയിൽ മരിച്ച ആ നിമിഷമാണ് മരണത്തെ എന്നേക്കുമായിട്ട് അവിടുന്ന് എൻ്റെ കാൽ കീഴിൽ അമർത്തി ചവിട്ടി ഇല്ലാതാക്കിയത്. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, ഇതാണ് ഉത്ഥാനത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ജീവിത സാഹചര്യങ്ങളിൽ നമ്മുടെ നാട്ടിൻ പ്രദേശത്തുമൊക്കെ കാണുന്ന ആത്മഹത്യയുടെ എണ്ണം പെരുകി വരികയാണ്. അമ്മയും കുഞ്ഞുങ്ങളുമായി ഒരുമിച്ച് ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ ധാരാളമായിട്ടിന്ന് കണ്ടുവരുമ്പോൾ നമുക്ക് വലിയൊരു ഞെട്ടലാണ്. എവിടെയാണ് സമൂഹത്തിന് വഴിതെറ്റിയത്? ഒരുപക്ഷെ സാത്താൻ പരാജയപ്പെടുത്തുവാൻ ആഗ്രഹിച്ച ആ ഒരു കാര്യം സാത്താൻ വിജയിക്കുന്ന തലത്തിലേക്ക് നമ്മുടെ ആത്മഹത്യയുടെ പെരുക്കം കൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ട ആളുകളാണ് മരണത്തിലേക്ക് പോവുക. പരാജയത്തിൻ്റെ അവസാനത്തെ ആയുധമാണ് ആത്മഹത്യ എന്നുള്ളത് പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ മരണത്തോടു കൂടി അവസാനിക്കുന്നതല്ല എന്നും അതിനുശേഷം ഒരു പുൻപുലരിയുണ്ട് എന്നുള്ളതും തിരിച്ചറിയുവാൻ അന്ന് സാത്താന ലോകത്തിന് സാധിച്ചു. ഇന്നത്തെ ആധുനിക വിദ്യാഭ്യാസം കൊണ്ടും സമ്പദ് വ്യവസ്ഥയിലുമൊക്കെയും ഉന്നതി പ്രാപിക്കുന്ന അല്ലെങ്കിൽ സാംസ്കാരികമായ വിദ്യാഭ്യാസപരമായും ഉന്നത ശ്രേണി നിൽക്കുന്ന ആളുകളുടെ ഇടയിൽ ഇങ്ങനെയുള്ള മരണങ്ങൾ സംഭവിക്കുന്നത് പ്രിയമുള്ളവരെ പ്രത്യാശ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. മാർപ്പാപ്പ തൻ്റെ ഈ പുതിയ സന്ദേശത്തിൽ ജൂബിലി വർഷവുമായിട്ട് ബന്ധപ്പെട്ട് നൽകുന്ന സന്ദേശത്തിൽ പ്രത്യാശയുടെ തീർത്ഥാടകരാകുവാൻ മാർപ്പാപ്പ പേർത്തും പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ ഒരു സന്ദേശം നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് സ്വീകരിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിച്ച ആ കാര്യം, അതായത് സഹോദരിമാർ മക്കളോടുകൂടി ആത്മഹത്യ ചെയ്യുമ്പോൾ തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ലോകവും കൂടെ സാത്താന് അടിയറ വെച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന ഏറ്റവും വലിയ അപകടകരമായ ഒരവസ്ഥയാണ് നമ്മുടെ മുമ്പിലൂടെ നമ്മളിന്ന് കാണുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള മാതാപിതാക്കളെ ചിന്തിക്കുക. നിങ്ങൾക്ക് ജന്മം നൽകുവാൻ അവകാശം തന്ന ആ ജീവൻ്റെ ഉടമസ്ഥാവകാശം ദൈവത്തിനുള്ളതാണ്. ആ ജീവിതത്തെയും കൂടെ പറിച്ചെടുത്തു കൊണ്ടുപോകുവാൻ ആരാണ് നിങ്ങൾക്ക് അവകാശവും സ്വാതന്ത്ര്യവും തന്നത്? അപ്പോൾ ഈ ലോകത്ത് ജീവിച്ച് ഒത്തിരിയേറെ സംഭാവനകൾ ചെയ്തുകൊണ്ട് കടന്നു പോകേണ്ട കുഞ്ഞുങ്ങളെയും കൂടെ കാലവരിക്ക് അയച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി ചിന്തിക്കുന്ന സഹോദരീ സഹോദരന്മാരെ ഇനിയെങ്കിലും ചിന്തിക്കുക. പ്രത്യാശ നഷ്ടപ്പെടാതെ ജീവിക്കുവാൻ
ഉത്ഥാന തിരുനാൾ നമുക്ക് നൽകുന്ന സന്ദേശമാണിത്. മറ്റൊരു പ്രധാനപ്പെട്ട സന്ദേശമെന്ന് എനിക്ക് തോന്നുന്നത്, അപ്പോൾ ഈ വർഷം പ്രത്യേകിച്ചും കേരളത്തിലെ സീറോ മലബാർ സഭയിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന അരാജകത്വത്തിൻ്റെ മൂർധന്യത്തിലേക്ക് കടന്ന ഒരു വർഷമായിട്ടാണ് എനിക്ക് തോന്നുക. തങ്ങളുടെ ബോധ്യത്തിനനുസരിച്ച് ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള വിചാരത്തിൽ പ്രത്യേകിച്ചും ഒരു രൂപതയിലെ വൈദികരെ കാട്ടിക്കുട്ടിയ കോപ്രായങ്ങളൊക്കെ ഇവിടെ സമാപിക്കുകയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും പ്രാപിക്കാമായിരുന്ന ഈ വിശുദ്ധ വാരത്തെ ഏറ്റവും അപഹാസ്യമായി സഭയെ ധിക്കരിച്ചുകൊണ്ട്, സഭയുടെ കുർബാനക്രമം പോലും നിഷേധിച്ചുകൊണ്ട് ദൈവജനത്തോട് ഇളിച്ചു കാണിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കേരളത്തിലുണ്ടായിരുന്നു. ഞാൻ ചിന്തിക്കുമ്പോൾ ഏറ്റവും അധികം നീതി നിഷേധിക്കപ്പെട്ട വിശ്വാസികളുള്ളത് നമ്മുടെ സീറോ മലബാർ സഭയിലെ ഒരു അതിരൂപതയിലാണ് എന്ന് പറയേണ്ടി വന്നതിൽ ഞാൻ ഖേദിക്കുകയാണ്. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, നിങ്ങൾ ഈ നാളുകളിലെടുത്ത, പ്രത്യേകിച്ച് സഭയോട് ചേർന്ന് നിന്നുകൊണ്ട്, മാർപ്പാപ്പായോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവിടെ എടുത്ത ചില തീരുമാനങ്ങൾ നടപ്പിലാക്കുവാൻ വേണ്ടി ശക്തമായ നേതൃത്വം കൊടുത്ത ഒരുപക്ഷെ കുറച്ച് ആളുകളായിരുന്നുവെങ്കിൽ പോലും അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നിങ്ങളെടുത്ത നിലപാടാണ് ശരിയെന്ന് ഇന്നല്ലെങ്കിൽ നാളെ ചരിത്രം എഴുതും. 1985 വത്തിക്കാനിൽ നിന്നും സീറോ മലബാർ സഭയുടെ ലിറ്റർജി പരിഷ്കരണ സംബന്ധമായ ഡോക്യുമെൻറ്റിൽ അവിടെ ഒരു പദപ്രയോഗമുണ്ടായിരുന്നു, സാനിയോർ പാഴ്സ്. ശ്രേഷ്ഠമായൊരു ഗണം. അവർ ന്യൂനപക്ഷമാണ് എങ്കിലും അവരുടെ നിലപാടാണ് ശരിയെന്ന് ശ്ലാഘിച്ചുകൊണ്ട് റോമിൽ നിന്ന് വന്ന ആ ഡോക്യുമെൻ്റ് ഇന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. സീറോ മലബാർ സഭയുടെ ചരിത്രം നോക്കുമ്പോൾ ഈ പ്രധാനപ്പെട്ട അതിരൂപതയിലെ വളരെ ചുരുക്കം ചില വൈദികർ മാത്രമേ ഈ സാനിയോർ പാഴ്സ് ആയിട്ടുള്ളൂ എന്നുള്ളത് ഒരു സത്യമാണ്. സഭയോട് ചേർന്ന് ശ്രേഷ്ഠമായ നിലപാടെടുത്ത ആ വൈദികരോടും അവരോട് ചേർന്ന് നിന്നുകൊണ്ട് തങ്ങളുടെ ശക്തിയും കഴിവും പൂർണ്ണമായി വിനിയോഗിച്ചുകൊണ്ട് സഭയുടെ ലിറ്റർജി നവീകരണത്തിന് വേണ്ടി ഒരു കുർബാന എന്നുള്ള ആ ഒരു മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് വരുന്ന ആ സമൂഹത്തോടെ തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ നമ്മൾ ഒത്തിരിയേറെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. അവർ കടന്നു പോകുന്ന ഈ പ്രതിസന്ധിയിൽ ഒരുപക്ഷെ തെറ്റിദ്ധരിക്കപ്പെട്ട അവർക്കെതിരെ നീങ്ങുവാൻ വേണ്ടി തയ്യാറാകുന്ന അധികാര ഘഡ്ഗം അവരുടെ മുകളിലുണ്ട് എന്നുള്ളത് പോലും നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. സാത്താൻ ഒരുപക്ഷെ അന്ന് ഈശോയെ വധിക്കുവാൻ വേണ്ടി അവിടുത്തെ അധികാരികൾ ഉപയോഗിച്ചുവെങ്കിൽ ഇന്ന് സഭയുടെ അധികാരികളെ പോലും നിയോഗിക്കുന്ന അവസ്ഥയിലേക്ക് ഒരുപക്ഷെ സഭ വ്യതിചലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ വളരെ ഗൗരവമായിട്ട് തന്നെ ചിന്തിക്കണം. അതുകൊണ്ട് ഈ അവസരത്തിൽ നീതി നിഷേധിക്കപ്പെട്ട, കുർബാന നിഷേധിക്കപ്പെട്ട, കൃപാവരം നിഷേധിക്കപ്പെട്ട ആ ദൈവജനത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുവാൻ മാർസ്ലീവ TV ഈ അവസരം പ്രത്യേകം ഉപയോഗിക്കുകയാണ്. നിങ്ങളുടെ നിരന്തരമായ ഈ പോരാട്ടത്തിൽ ഞങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് പറയുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഉദ്ധിതനായ കർത്താവ് അപഹാസ്യനായി തീരുന്ന ഈ ഉത്ഥാന തിരുനാളിൽ വീണ്ടും നമുക്ക് സഭയോട് ചേർന്ന്, മാർപ്പാപ്പായോട് ചേർന്ന് ഒരു കുർബാന എന്നുള്ള ഒറ്റ കുർബാന, അല്ലെങ്കിൽ ആ ഒരേ രീതിയിൽ ഞങ്ങൾ കുർബാന അർപ്പിക്കുമെന്നുള്ള ആ ഒരു ആപ്തവാക്യം നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ ഒരു ശബ്ദമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഏവർക്കും ഉത്ഥാന തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു. മനോധൈര്യമുള്ള ജീവിതത്തെ പ്രത്യാശയോടുകൂടി നേരിടുവാനും കൈകാര്യം ചെയ്യുവാനുമുള്ള ആർജവം ഉള്ള കുടുംബിനികളും കുടുംബനാഥന്മാരും മക്കളും നമ്മുടെ ഈ സമൂഹത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കൃപ നഷ്ടപ്പെട്ട, കൃപാവരം നഷ്ടപ്പെട്ട അവസ്ഥയിൽ, കൃപ ചോർന്നുപോയ അവസ്ഥയിൽ ജീവിക്കുന്ന ഈ പറഞ്ഞ സമൂഹത്തോടും ഒന്നു ചേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി ഏവർക്കും ഈ വലിയ തിരുനാളിൻ്റെ, ഉത്ഥാന തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുകയാണ്. നമുക്ക് മാർപ്പാപ്പ പറഞ്ഞതുപോലെ പ്രത്യാശയുടെ തീർത്ഥാടകരായി മാറാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഉദ്ധിതനായ കർത്താവ് നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. Mars Sliva TV, a unique experience for the whole world.